നെല്ല് സംഭരണത്തിലെ അഴിമതിയും അനാസ്ഥയും കർഷകനെ ഏറ്റവും അധികം തകർക്കുന്ന വിഷയമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പെരുമ്പ് പാടത്ത് നെൽകർഷകരുമായി സംവദിച്ച കോൺഗ്രസ് നേതാവ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ പെരുമ്പ് തോട്ടുപാലത്താണ് കർഷകരുമായി നേരിട്ട് സംവദിച്ചത്. പാലക്കാട് ജില്ലയിലെ നെൽകർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ MP അവരുമായി ചർച്ച ചെയ്തു. നമ്മൾ എവിടെ രണ്ട് കൃഷിയുണ്ടോ അല്ല ഒരു കൃഷിയുണ്ടോ? രണ്ട് കൃഷിയുണ്ട്. സെപ്റ്റംബറിലും മാർച്ചിലും കൊയ്ത്ത് നടക്കുന്ന കാലാകാലങ്ങളായിട്ട് ഈ അധികാരികൾക്കും ഈ കർഷകർക്കും അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന ആൾക്കാർക്കും മൊത്തം അറിയാം. കാലാകാലങ്ങളായിട്ട് സെപ്റ്റംബർ മാർച്ച് മാസങ്ങളിൽ ഈ കൊയ്ത്ത് നടക്കും. ഈ മാർച്ചിൽ കൊയ്ത്ത് നടന്നാൽ ഏപ്രിൽ ആകണം. ഇവരുടെ എന്തെങ്കിലും ഒരു ചർച്ച വരണമെങ്കിൽ തന്നെ സംഭരണത്തിന്റെ കാര്യത്തിൽ തന്നെ സെപ്റ്റംബറിൽ കൊയ്ത മഴ സീസണിൽ നവംബർ ആകും ഒരു എഗ്രിമെന്റ് ചർച്ച ചെയ്യാം. ഈ സെപ്റ്റംബറിൽ കൊയ്ത് നവംബർ ആകുമ്പോഴേക്കും ഈ നെല്ലുകൾ മഴയത്തിട്ടിട്ട് ഈ അത് പൊട്ടി ഉണക്കും. എന്നിട്ട് 75% നെല്ലും 22 രൂപ 50 പൈസക്ക് ഓപ്പൺ മാർക്കറ്റിൽ കഴിഞ്ഞ വർഷം 75% നെല്ലും മില്ലുകൾ കൊടുത്തു. കൊടുക്കാൻ നിർബന്ധിതരാകുകയാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ റോൾ എന്താണ്? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ലെടുക്കാൻ പറയുന്നുണ്ട്. നെല്ലെടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഒരു മാസങ്ങൾ കഴിഞ്ഞാലും അവര് നെല്ലെടുക്കേണ്ടതുണ്ടാവില്ല, എടുക്കില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാം? എവിടെ കൊണ്ട് വെക്കും? ഇപ്പൊ നമ്മൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്ത് ഓപ്പൺ മാർക്കറ്റിൽ 22 രൂപ 22-22.50 മാക്സിമം 18 കൊടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി അവർ ആ വിലയിൽ തരുന്നു. അങ്ങനെ ലാഭകരമാവുന്ന കൃഷി ലാഭമല്ല. വേറെ ഞങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ഇതിനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ സബ്സിഡി ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 6 രൂപ 31 പൈസ സംസ്ഥാന വിഹിതം നിങ്ങൾ കൊടുക്കണ്ട, അത് ഞങ്ങൾക്ക് മറ്റേ ബാധ്യത ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നെൽകൃഷി ഉപേക്ഷിക്കുക. അതായത് 23 സംതിങ് ആണ് കേന്ദ്രം തരുന്നത്. ഇതിന്റെ 6 മുളം കൂടിയിട്ടാണ് 30 രൂപയായിട്ട് മാറുന്നത്. കൃഷി തുടരാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കർഷകർ തള്ളപ്പെടുകയാണെന്നും പുതിയ തലമുറ കൃഷിയിലേക്ക് വരാനിരിക്കുന്ന ഭക്ഷ്യക്ഷാമത്തിന്റെ സൂചനയാണെന്നും കർഷകർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ നെല്ലിന് നൽകി വരുന്ന പ്രോത്സാഹന സബ്സിഡിയായ കിലോയ്ക്ക് 6 രൂപ കേന്ദ്ര സർക്കാർ പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത് ഇപ്പോഴത്തെ പ്രതിസന്ധി അതീവ ഗുരുതരമാക്കി. ഈ ബോണസ് ഇല്ലാതാക്കുന്നത് കർഷകന് ഇരുട്ടടിയാണ്. നെൽകൃഷി ആദായകരമായി നടത്താൻ കഴിയാത്തതിനാൽ പലരും കൃഷിയിൽ നിന്ന് പിന്മാറുകയാണ്. പുതുതായി ആരും കൃഷിയിലേക്ക് എത്താത്തത് വലിയ വെല്ലുവിളിയായി. വന്യമൃഗശല്യം, കാലാവസ്ഥാ വ്യതിയാനം, കൊയ്ത്തുയന്ത്രങ്ങളുടെയും ട്രാക്ടറുകളുടെയും ഉയർന്ന വാടക, രാസവളങ്ങളുടെ അമിതവില ഇവയെല്ലാം ചേർന്ന് കർഷകനെ സാമ്പത്തികമായി തളർത്തുകയാണെന്ന് അവർ പറഞ്ഞു. പാലക്കാടും കുട്ടനാട്ടിലും നെല്ല് സംഭരിച്ച 6 മുതൽ 8 വരെ മാസം കഴിഞ്ഞിട്ടും പണം ലഭിച്ചിട്ടില്ല. കൊയ്ത്ത് തുടങ്ങുന്നതിന് മുൻപ് സംഭരണ കരാർ ഒപ്പിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. സപ്ലൈകോ 500 കോടി രൂപയിലധികം കുടിശ്ശിക കർഷകർക്ക് നൽകാനുണ്ട്. യന്ത്രവൽക്കരണം കാര്യക്ഷമമല്ലാത്തതിനാൽ കൃഷിച്ചെലവിന്റെ 60% കൂലിച്ചെലവായി മാറി. രാസവളങ്ങളുടെ വില വർധനവ് തടയാൻ പ്രത്യേക സബ്സിഡി വേണമെന്നും യൂറിയ ലഭ്യത ഉറപ്പാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. നെല്ലെടുക്കാത്ത പ്രശ്നം തന്നെ വേണം, ഞങ്ങൾക്ക് സൗകര്യമില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും അടുത്ത വീട്ടിൽ കൊണ്ട് വെക്കും. അപ്പോൾ അവർ നിങ്ങളെ നെല്ല് മാറ്റിയും പറയും. അപ്പം ഞങ്ങൾ കിട്ടിയ വിലയ്ക്ക് 12-നും 13-നും കൊണ്ട് കൊടുക്കുക. കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വഴിയില്ലല്ലോ. അപ്പോൾ കിട്ടിയ വിലയ്ക്ക് കൊടുത്തും കൊണ്ട് മിണ്ടാണ്ട് വരും പേരമക്കൾ. സർക്കാർ സഹായം എന്തൊക്കെയാ? സർക്കാർ സഹായിക്കുന്നത് സർക്കാർ സഹായിക്കും. ഇപ്പോൾ ഒരു സഹായം നമുക്ക് കാണാനുമില്ല. ഒരു ജൂറി അടക്കം കിട്ടിയിട്ടില്ല. കലയ്ക്ക് 10 പേർക്ക് കണ്ടുണ്ടായിട്ട് അനിയനെ കൊണ്ടാണ് 2 പേർ വാങ്ങിയത്, കിട്ടിയിട്ടില്ല. ഇതാണ് സർക്കാരിൻ്റെ സഹായം. പിന്നെ ഞങ്ങളിപ്പോൾ എന്താണ് 10 പേർക്ക് കണ്ടുള്ളവർ ഒരു വണ്ടി പിടിച്ച് ആ നെല്ലിന് തൂക്കിയിട്ട് അവിടെ വെക്കണം. അവിടെ വെച്ചിട്ട് പിന്നെ അതിനും കൂലി കൊടുക്കണം. പിന്നെ അതിനെ കൊണ്ടുവന്ന് തൂക്കി ഇവിടെ വെച്ചിട്ട് പിന്നെ ലാരിക്ക് കൊടുക്കുമ്പോൾ അതിനും 22 രൂപ 25 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ നെല്ല് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ ലാഭം പറഞ്ഞാൽ ഞങ്ങൾ 10-ഉം 18-നും കൊടുക്കുക തന്നെ. മില്ലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരും. എല്ലാം സശ്രദ്ധം കേട്ട വേണുഗോപാൽ കർഷകരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിലും കേരള നിയമസഭയിലും മുഴങ്ങുമെന്ന് ഉറപ്പ് നൽകി. അടുത്ത UDF സർക്കാരിന്റെ മുൻഗണനയിൽ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പ്രഥമ പരിഗണനയുണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. വിളയുടെ ചെലവിന്റെ ഇരട്ടി കർഷകർക്ക് നൽകണമെന്ന സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ലെന്ന് MP ഓർമ്മപ്പെടുത്തി. UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻഗണന നൽകുമെന്നും സംഭരണം ഉറപ്പാക്കാനും വില സമയബന്ധിതമായി നൽകാനും സ്വകാര്യ മില്ലുകളുടെ ചൂഷണം അവസാനിപ്പിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കേണ്ടി വന്നു. നമ്മുടെ പുതിയ സർക്കുലർ ഈ 6.25 രൂപേൻ്റെ. അപ്പോൾ ബഡ്ജറ്റിൻ്റെ ചർച്ചയായിരുന്നു ധനകാര്യമന്ത്രി ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, ഇതിനപ്പുറം ഒരു വലിയ ക്രൂരത കൃഷിക്കാരോട് കാണിക്കാനില്ല. 23 രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ സബ്സിഡി ആയിട്ടാണ് 6 കേന്ദ്രം കൊടുക്കുന്നത്. 6 രൂപയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്.
അത് കൊടുക്കണ്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് അതിൻ്റെ വിചിത്രമായ ന്യായം കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നു, ഉൽപ്പാദനം കൂടുന്നു. പിന്നെ അപ്പോൾ കൃഷി വേണ്ടാന്ന് വെച്ചേക്കാന്ന പിന്നെ ലോകത്തിൽ ആദ്യമായിട്ടാണ് അധികം. അപ്പോൾ അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്, ഞാൻ ഇന്ന് പാലക്കാട് വരുന്നുണ്ട്, വേറെ ഒന്നും. അപ്പം നിങ്ങളെ ഒന്ന് കണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ. നമുക്ക് പാർലമെൻറ്റിലൊക്കെ പ്രസംഗിക്കുമ്പോഴും അവരോടൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ അനുഭവങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടാക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, എന്തായാലും ഇലക്ഷൻ നടക്കാൻ പോകണല്ലോ, ഞങ്ങളുടെ സർക്കാർ വരുമ്പോൾ ഈ കൃഷിക്കാരുടെ നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാവും അവിടെ ഉണ്ടാവും. കാരണം കൃഷിക്കാരില്ലാതെ നാട് നിൽക്കില്ല. നിങ്ങളിപ്പോൾ ഞാൻ നിങ്ങളെ മീറ്റിങ്ങിൽ വന്ന് പറയല്ല, ഈ നാട്ടിലെ മുഴുവൻ ആക്കും ചോറ് കൊടുക്കുന്നവരാണ്. ഈ അന്നം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ നമ്മളിപ്പം കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അരി വന്നിട്ട് ആ അരിയൊക്കെ എന്ത് ക്വാളിറ്റിയാണൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാരനെ നിലനിർത്തേണ്ടത് ഈ ഭൂമിയുടെ ആവശ്യമാണ്, നാടിൻ്റെ നന്മയുടെ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്കുണ്ട് കൊച്ചു കൃഷിയൊക്കെ. ആ പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. UTV ന്യൂസ് പാലക്കാട്.